മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യത്തിൽ ലോകത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന തന്ത്രപ്രധാന മേഖല ഹോർമൂസ് കടലിടുക്ക്. തങ്ങളുടെ 10 ഉപാധികൾ അംഗീകരിക്കാത്തതിനാൽ ഹോർമൂസ് അടയ്ക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ഇറാന്റെ തീരത്തേക്ക് പോകുന്ന കപ്പലുകളെ രാജ്യഭേദമന്യേ തടയുമെന്ന അമേരിക്കയുടെ നിലപാട്. ഇങ്ങനെ സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ ആർക്കാണ് ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രിക്കാൻ അധികാരമുള്ളത്? ഇറാന്റെയും ഒമാന്റെയും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വടക്ക് ഭാഗം ഇറാനും തെക്കുവശം ഒമാനുമാണ് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഹോർമൂസ് കടലിടുക്കിൽ എല്ലാ പ്രവർത്തനവും നടക്കുന്നത് ഒരു അന്താരാഷ്ട്ര നിയമത്തെ അടിസ്ഥാനമാക്കിയാണ്. സമുദ്ര നിയമങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ പ്രകാരം ഈ ജലപാതയിലൂടെ കപ്പലുകൾക്ക് ഗതാഗതം അനുവദിക്കണം. അതിർത്തിയിലുള്ള രാജ്യങ്ങൾക്ക്, അതായത് ഇറാനും ഒമാനും, ഗതാഗതം നിയന്ത്രിക്കാൻ കഴിയും. എന്നാൽ പാസേജ് താൽക്കാലികമായി നിർത്തിവെക്കാനോ ഫീസ് ചുമത്താനോ കഴിയില്ല. ഇങ്ങനെ ടോൾ ഈടാക്കാൻ രാജ്യങ്ങൾക്ക് അനുവാദം നൽകിയാൽ ഷിപ്പിംഗ് ചെലവ് വർദ്ധിക്കാനും വിതരണ ശൃംഖലകളെ ബാധിക്കാനും കാരണമാകും. എന്നാൽ ടോൾ ഈടാക്കുന്ന മറ്റ് കനാലുകളുമുണ്ട്. സൂയസ് കനാൽ, പനാമ കനാലുകൾ പോലുള്ള കൃത്രിമ കനാലുകൾ അവരുടെ പ്രവർത്തന മാതൃകയുടെ ഭാഗമായി ടോൾ ഈടാക്കുന്നുണ്ട്. മാത്രമല്ല, ഇവയൊക്കെയും എഞ്ചിനീയറിംഗ് റൂട്ടുകളാണ്. കൂടാതെ നിർമ്മാണം, അറ്റകുറ്റപ്പണി, നാവിഗേഷൻ സേവനങ്ങൾ എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നതിനാണ് ഈ ഫീസ് ഉപയോഗിക്കുന്നത്. നിലവിൽ അമേരിക്ക ഇറാന് നാവിക ഉപരോധം ഏർപ്പെടുത്തിയതോടെ എണ്ണവില കുത്തനെ ഉയരുകയും ഓഹരി വിപണികൾ ഇടിയുകയുമാണ് ചെയ്തിട്ടുള്ളത്.